ഹലോ ഗൈസ്, ഈ പാതിരാത്രി കെട്ടും കെട്ടി എവിടേക്കാണ് പോണേന്നല്ലേ വിചാരിക്കണേ. ഞങ്ങളെ വീട്ടിൽ വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഗുരുവായൂർ പോകാമെന്നൊരു പ്ലാൻ ഇട്ടത്. കുറേ നാളായിട്ട് എൻ്റെ മൈൻഡിലുണ്ട് കേട്ടോ, ഗുരുവായൂർ പോകണം, ഗുരുവായൂരപ്പനെ കാണണം എന്നൊക്കെ. പിന്നെ നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, പുള്ളീനെ കാണണമെങ്കിൽ പുള്ളിയും കൂടെ വിചാരിക്കണ്ടേ. ലാസ്റ്റായിട്ട് ഞാൻ പോയത് മെയ് 10-ാം തീയതി കഴിഞ്ഞ വർഷം എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ സമയത്തായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കാണാനോ പ്രാർത്ഥിക്കാനോ ഒന്നും അങ്ങനെ പറ്റിയില്ല. അപ്പോൾ പിന്നെ ആ ഒരു വിഷമം മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 12:30 ആലുവ എന്നുള്ള ട്രെയിനിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ചാടി കയറി നേരെ ഒരു 1:45 ടൈം ആയപ്പോഴത്തേന് എവിടെ എത്തി? ഗുരുവായൂരെത്തി. തൃശ്ശൂരെത്തിയാൽ കുറച്ച് തൃശ്ശൂരാവാലോ. അങ്ങനെ ഗുരുവായൂരെത്തി. ഞങ്ങൾ നേരെ അവിടെ അടുത്തുള്ള റൂമിൽ കയറി ഫ്രഷപ്പ് ആവാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. എന്നിട്ട് അവിടെ നിന്ന് നേരെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റത്തില്ല. നേരെ ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി ബാഗും അതുപോലെ ഫോണും കാര്യങ്ങളൊക്കെ വെച്ചു. നേരെ പോയി ക്യൂ നിന്നു. 3 മണിയായപ്പോൾ ക്യൂ നിന്നിട്ട് ഞങ്ങൾ ഗുരുവായൂരപ്പനെ കണ്ടിറങ്ങിയത് 10:45 അതുവരെ പച്ചവെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ടയർഡ്നെസ്സും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി 1:45 ട്രെയിൻ തിരിച്ച് ആലുവയ്ക്ക് ഉണ്ടായിരുന്നു. അതിന് കയറാൻ വേണ്ടി നിന്നു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സർബത്തൊക്കെ കുടിച്ച് അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. പിന്നെ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ കാര്യമായ സീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് തന്നെ എടുത്ത ട്രെയിൻ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ബർത്തിൻ്റെ മേളിലൊക്കെ കൂടി അഡ്ജസ്റ്റ് ചെയ്തിരിക്കാമല്ലോ, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് ഈ കാണുന്ന പോലെ ചാള അട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇരുന്നത്. പിന്നെ താഴേക്ക് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ ഇരുന്നു. 4 മണിയായപ്പോഴത്തേനും വീടെത്തിയപ്പോൾ ആകെ ഉള്ളൊരു ചിന്ത കുളിക്കണം, കഴിക്കണം, കിടക്കണം. അതൊക്കെയായിരുന്നു ചിന്ത. അതൊക്കെ കറക്റ്റായിട്ട് നടന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്.